UDF-ലും LDF-ലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമായി തുടരുമ്പോൾ നമ്മൾ റിപ്പോർട്ടിൽ പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്, ഇലക്ഷൻ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഏതായാലും നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടെന്ന BJP കോർ കമ്മിറ്റിയിൽ ധാരണയായിരിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി ഉണ്ടാകില്ല, മത്സരിക്കേണ്ടതില്ല എന്നാണ് കോർ കമ്മിറ്റിയിലെ ഭൂരിപക്ഷ അഭിപ്രായം. നിലമ്പൂരിൽ പണവും അധ്വാനവും കളയേണ്ടതില്ല എന്നാണ് നേതാക്കൾ യോഗത്തിൽ അഭിപ്രായപ്പെട്ടത്. മറ്റു സ്ഥാനാർത്ഥികളെ നോക്കി ആവശ്യമാണെങ്കിൽ മാത്രം പുനരാലോചന നടത്താനാണ് തീരുമാനം. VS രഞ്ജിത്ത് ചേരുന്നു ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി. രഞ്ജിത്ത്, നമ്മൾ രാവിലെ മുതൽ പറഞ്ഞതുപോലെ തന്നെ BJP സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. കോർ കമ്മിറ്റിയിൽ അത് ധാരണയായിരിക്കുന്നു എന്നാണ് രഞ്ജിത്തിന് ലഭിക്കുന്ന വിവരമല്ലേ? വിനിത, തീർച്ചയായിട്ടും കോർ കമ്മിറ്റി യോഗത്തിൽ ഭൂരിപക്ഷ അഭിപ്രായം എന്ന് പറയുന്നത് BJP നിലമ്പൂരിൽ മത്സരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. BJPയെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പോരാട്ടം നടത്താൻ പറ്റിയ സാഹചര്യമുള്ള, സാമൂഹിക സാഹചര്യമോ രാഷ്ട്രീയ സാഹചര്യമോ ഉള്ള മണ്ഡലമല്ല ഈ നിലമ്പൂർ എന്ന് പറയുന്നത്. കേവലം 12,000-നും 15,000-നും ഇടയിലൊക്കെയാണ് വോട്ട്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ മാറി മാറി പല ഘട്ടത്തിലും അത്രയൊക്കെ വോട്ടുകളെ നിലമ്പൂരിൽ കിട്ടിയിട്ടുള്ളൂ. നിലമ്പൂരിലെ സാമൂഹിക സാഹചര്യം അനുസരിച്ച് 50% മുസ്ലിം വോട്ടുകളുള്ള, 18% ക്രൈസ്തവ വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ അങ്ങനെ ഒരു മണ്ഡലത്തിൽ മത്സരിച്ച് സമയവും അധ്വാനവും പണവും ഒന്നും കളയേണ്ടതില്ല. തൽക്കാലം നിയമസഭാ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും കേന്ദ്രീകരിച്ച് നേതാക്കളുടെ പ്രവർത്തനം ഊർജിതമാക്കുക. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ ഒരു പാഴ്ട്ട് ചെലവ് വേണ്ടതില്ല, സമയം പാഴാക്കേണ്ടതില്ല എന്നുകൂടിയാണ് ഇപ്പോൾ ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി ഉയർന്നു വന്നിട്ടുള്ളത്. പക്ഷേ ഒരു മാറ്റി ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തെ കൂടി കോർ കമ്മിറ്റിയിൽ അഭിപ്രായം ഉന്നയിക്കപ്പെട്ടു. അതായത് അവിടെ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥി ഇല്ലാത്ത സാഹചര്യം വരികയാണെങ്കിൽ, ഇപ്പോൾ VS ജോയിയെ UDF മത്സരിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് ഒരു ക്രൈസ്തവ വോട്ടിന് വേണ്ടി BJPക്ക് അവിടെ പരീക്ഷണം നടത്തുന്ന സാഹചര്യമില്ല. ഇനിയിപ്പോൾ ആര്യാടൻ ചൗക്കത്താണ് UDFന്റെ സ്ഥാനാർത്ഥിയെങ്കിൽ LDF ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയാണ് മത്സരിപ്പിക്കുന്നതെങ്കിലും അവിടെയും ഒരു പരീക്ഷണത്തിനുള്ള സാഹചര്യം പോലും BJPക്കില്ല. ഇനി രണ്ട് മുന്നണികളും മുസ്ലിം സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ മറ്റ് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുകയാണെങ്കിൽ BJP ഒരു ക്രൈസ്തവ പരീക്ഷണത്തിന് മുതിർന്നേക്കാം. ഷോൺ ജോർജിനെ പോലെയൊക്കെ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് കത്തോലിക്ക സഭയുടെയും അല്ലെങ്കിൽ മറ്റ് സഭകളുടെയും ഒക്കെ പ്രതിനിധിയായി ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരിക, കേരളത്തിൽ മുഴുവനായി ഒരു ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിനിധിയായി മാറാനുള്ള പ്രാതിനിധ്യം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമായി നിലമ്പൂരിനെ ഉപയോഗപ്പെടുത്താമെന്നുള്ളതാണ്. അവിടെ ക്രൈസ്തവ BJP സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ എത്തിയ ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. അതിലൊരു സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുക എന്നത് ഒരു വലിയ ചർച്ചയായി മാറില്ലേ? മാത്രമല്ല BJPക്ക് അവിടെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ 12,000-ഓളം വോട്ടുകളുണ്ട്. അത് എങ്ങോട്ട് പറയും എന്നൊരു ചോദ്യവുമുണ്ടല്ലോ. അങ്ങനെ ഒട്ടും മത്സരിക്കാതിരുന്നാൽ അതൊരു മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കാനും ഇടയുണ്ടാകില്ലേ? തീർച്ചയായിട്ടും അതൊരു രാഷ്ട്രീയ ചോദ്യമാണ്. 12,000-ഓളം വോട്ടുകളുണ്ട്. ആ വോട്ടുകൾ ആർക്ക് എന്നതിന് മറുപടി BJP പറയേണ്ടി വരും. അല്ലെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്നൊരു ചോദ്യം ഉയർന്നു വന്നാൽ BJP സംസ്ഥാന നേതൃത്വം ആരുടെ പേര് പറയും? ഇരു മുന്നണികൾ മാത്രം മത്സരിക്കുന്ന ഘട്ടത്തിൽ വോട്ട് ആർക്ക് ചെയ്യും എന്നുള്ളൊരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഗുരുവായൂരിൽ BJPയുടെ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയ സമയത്താണ് ഇത്തരമൊരു ചോദ്യം ഉയർന്നു വരികയും ആ വോട്ടിന് വേണ്ടി ഇരു മുന്നണികളും ശ്രമിക്കുകയും ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ 12,000 വോട്ടാണെങ്കിലും നിലമ്പൂരിൽ ജയിക്കാൻ പോകുന്ന ഒരു 5,000-നും 10,000-നും ഇടയിൽ വോട്ടായതുകൊണ്ട് തന്നെ ഇരു മുന്നണികൾക്കും ഈ 10,000 വോട്ട്, BJPയുടെ 10,000 വോട്ട് ഒരു രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ആരിലേക്കായിരിക്കും ആ വോട്ട് പോവുക എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യവും ഉയർന്നു വരും. BJPയെ സംബന്ധിച്ച് പക്ഷേ അതിന് ചില മറുപടികൾ BJP ഇതിനെ കണ്ടുവെക്കുന്നു. കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടൊരു തെരഞ്ഞെടുപ്പാണ്. ഇടത് വലത് മുന്നണികൾ അവിടെ രാഷ്ട്രീയ നാടകം കളിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിൽക്കുന്നതാണ് നല്ലത്. കാരണം 10 മാസം മാത്രമേ ഇനി തെരഞ്ഞെടുപ്പിലേക്കുള്ളൂ. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് യഥാർത്ഥ രാഷ്ട്രീയ പോരാട്ടം നടക്കാൻ പോകുന്നത്. ഇത് കേവലം നാടകം മാത്രമാണ് നിലമ്പൂരിൽ നടക്കുക. അതുകൊണ്ട് അവിടെ മത്സരത്തിനില്ല എന്നൊരു നിലപാടായിരിക്കും BJP സ്വീകരിക്കാൻ പോകുന്നത്. ഇനി ഒരു പക്ഷേ അവിടെ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥി ഇല്ലാത്ത സാഹചര്യം വന്നാൽ 18%-നും 20%-നും ഇടയിൽ ക്രൈസ്തവ വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ. അതുകൊണ്ട് തന്നെ ആ ക്രൈസ്തവ സ്ഥാനാർത്ഥി ഇല്ലാത്തൊരു സാഹചര്യം വന്നാൽ കേരളത്തിൽ ആകെ ഒരു ക്രൈസ്തവ അനുഭാവം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി നിലമ്പൂരിൽ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ കൊണ്ട് മത്സരിപ്പിക്കാം. ഷോൺ ജോർജിനെ അവതരിപ്പിക്കാവുന്നതാണ്. ഷോൺ ജോർജ് ആണെങ്കിൽ അത്തരത്തിൽ BJPയുടെ ഒരു ക്രൈസ്തവ മുഖമായി ഇനിയൊക്കെ ഉയർന്നു വരാൻ പോകുന്നൊരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് ആ നേതാവിനെ അവിടെ മത്സരിപ്പിച്ച് അത്തരത്തിലൊരു പ്രതിച്ഛായ സൃഷ്ടിക്കാനുള്ള ശ്രമമൊക്കെ BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം. പുനരാലോചന നടത്താനും രാജീവ് ചന്ദ്രശേഖർ എത്തിയ ശേഷം അദ്ദേഹത്തിന്റെ ഏകാധിപത്യ നിലപാടിനെതിരെയൊക്കെ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പാർട്ടിയിൽ തന്നെ അതൊരു വലിയ ഭിന്നതയ്ക്ക് വഴിവെച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു ഐക്യം അത് കാണിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് BJP നഷ്ടപ്പെടുത്തുന്നത്.
മുതിർന്ന നേതാക്കൾക്കെല്ലാം സമാന അഭിപ്രായം തന്നെയാണ് ഉള്ളത്. സ്ഥാനാർത്ഥി വേണ്ട, അതൊരു രാഷ്ട്രീയ അസ്തിത്വം കൂടിയല്ലേ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നതൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖർ ആദ്യമായി പ്രസിഡന്റായി കേരളത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം വളരെ പ്രൊഫഷണലായി കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഒരാളാണ്. ഇപ്പോൾ കോർപ്പറേറ്റ് സംവിധാനത്തിൽ ഒരു ലാഭവും ഇല്ലാത്തൊരു കച്ചവടത്തിന് ഇറങ്ങിത്തിരിക്കേണ്ടതില്ലല്ലോ. നിലമ്പൂരിൽ മത്സരിച്ചുകൊണ്ട് ബി ജെ പിക്ക് എന്തെങ്കിലും രാഷ്ട്രീയ മൈലേജ് കേരളത്തിൽ കിട്ടാനില്ല. നിലമ്പൂരിൽ വോട്ട് അധികം പിടിച്ചുകൊണ്ട് ബി ജെ പി ഒരു വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ പോകുന്നതിന് പ്രതീതി സൃഷ്ടിക്കാൻ സാധ്യമല്ല. അപ്പോൾ നിലമ്പൂരിൽ ആകെ ഉണ്ടാവാൻ പോകുന്നത് ഇടതു വലത് മുന്നണികളുടെ പോരാട്ടത്തിനിടയിൽ ബി ജെ പിക്ക് എന്തെങ്കിലും വോട്ട് കുറഞ്ഞാൽ അത് കേരളത്തിലാകെ ബി ജെ പിയുടെ പ്രതിച്ഛായക്ക് നഷ്ടം സംഭവിക്കും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരമൊരു ഉറപ്പില്ലാത്ത പരീക്ഷണത്തിന് ഇറങ്ങിത്തിരിക്കേണ്ടതില്ല. തൽക്കാലം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക. ബി ജെ പിക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവരുടേതായ അജണ്ടയുണ്ട്. തിരുവനന്തപുരവും തൃശ്ശൂരും ഉൾപ്പെടെയുള്ള കോർപ്പറേഷനൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുമ്പോൾ ഈ നിലമ്പൂരിൽ പെട്ടുപോകരുത്, നിലമ്പൂർ ഒരു കെണിയായി മാറരുത് എന്നൊരു അഭിപ്രായം നേതാക്കന്മാർ മുഴുവൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുതന്നെയാണ് പൊതു അഭിപ്രായം. കാരണം നിലമ്പൂരിൽ മത്സരിക്കുകയാണെങ്കിൽ അവിടെ ഒരു പാഴ്ചെലവാണ്, പണം ചെലവഴിക്കേണ്ടി വരും, 1.5 കോടി രൂപ പണം ചെലവഴിക്കേണ്ടി വരും. അത് മാത്രം പോരാ, അവിടെ നേതാക്കന്മാർ 10-15 നേതാക്കന്മാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടി വരും. അതുപോലെ അണികളുടെ ഊർജ്ജം ചെലവഴിക്കേണ്ടി വരും. ഇത്തരത്തിൽ ഒരു പാഴ്ചെലവിലേക്ക് അധ്വാനവും പണവും ഒക്കെ പാഴാക്കി കളയേണ്ടതില്ല എന്നുള്ളതാണ് നിലവിലൊരു സാഹചര്യം. കാരണം ഒരു രാഷ്ട്രീയ മൈലേജും ഒരു രാഷ്ട്രീയ പ്രതിച്ഛായയും അതിലൂടെ സൃഷ്ടിച്ചെടുക്കാനില്ല. ആകെ പുനരാലോചിക്കാനുള്ളൊരു ഘട്ടം എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥി ഇരു മുന്നണികളും പരീക്ഷിക്കാത്ത സാഹചര്യം വന്നാൽ ബി ജെ പി ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയായി വരികയും കേരളത്തിലുടനീളം, അത് നിലമ്പൂർ മാത്രമായിരിക്കില്ല, കേരളത്തിലുടനീളം ക്രൈസ്തവ സഭകളുടെയൊക്കെ ഒരു പ്രതിനിധിയായിട്ട് പ്രാതിനിധ്യം ഉറപ്പിക്കാൻ ബി ജെ പി ഇറങ്ങി എന്നൊരു പ്രതീതി സൃഷ്ടിക്കുകയായിരിക്കും ചെയ്യുക.